ഇന്ന് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന 1965 ഡിസംബർ 31 പുറത്തിറങ്ങിയ സർപ്പക്കാട് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് KVR ആചാര്യയുടെയാണ്. തിരക്കഥ PK സത്യപാലനാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് JD തോട്ടാനാണ്. പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മധു, അടൂർ ബാസി, സുകുമാരി, അംബിക, കൊട്ടാരക്കര ശ്രീധരൻ നായർ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത്. പടത്തിന്റെ ചെറിയൊരു കഥാസംഗ്രഹത്തിലേക്ക് നമുക്ക് കിടക്കാം. ശാസ്ത്രം ഒരു വഴിക്ക് മനുഷ്യനെ, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സർപ്പങ്ങളുടെ അല്ലെങ്കിൽ പാമ്പുകളുടെയൊക്കെ കടിയേറ്റാൽ ഒരുപാട് ആന്റിവനങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നു. പക്ഷെ അപൂർവമാണ് 60കളിലത്തേക്ക് നമ്മുടെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഇരിക്കുക അവര് ഈ മധുവിന്റെ ക്യാരക്ടർ, അതായത് ബാലചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ അതിൽ പേര്, അച്ഛൻ ഒരു വലിയൊരു ഡോക്ടറാണ്. അപ്പൊ ഇവരൊക്കെ കൂടി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഒരു ആന്റിവനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ സർപ്പങ്ങൾ പടം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു സർപ്പങ്ങളെ പിടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നടക്കുന്നതാണ് കാണുന്നത്. പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പങ്ങൾ എഴുതുന്നു, ആ സർപ്പങ്ങളെ പിടിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊരാൾക്ക് സർപ്പത്തിനെ പിടിക്കുന്നതിന്റെ ഇടയിൽ പാമ്പ് കടി ഏൽക്കുകയാണ്. അപ്പൊ പാമ്പ് കടി ഏൽക്കുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് ആ വലിയ ഡോക്ടർ ഉണ്ടല്ലോ, മധുവിന്റെ ഒക്കെ അച്ഛൻ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പെട്ടെന്ന് ലാബിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അതിന്റെ തൊട്ടടുത്ത് അവിടെ തന്നെയാണ് ലാബ്. അപ്പൊ എല്ലാവരും ആ കൊണ്ടുപോയ സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിനും ഒരുപാട് പ്രതീക്ഷയുണ്ട്. താൻ പരീക്ഷിച്ചുണ്ടാക്കിയ മരുന്ന് ഫലിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി അറിയാനുള്ള ഒരു ആകാംക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ മറ്റേ ആ പാമ്പ് കടിയേറ്റ ആള് ദാരുണമായി മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതില് ഇവർക്ക് വല്ലാത്തൊരു അമർഷം ഉണ്ടാവുകയാണ്. നമ്മൾ ഉണ്ടാക്കിയത് ഇത്രയും നാളത്തെ അധ്വാനം നമ്മുടെ വെറുതെ ആയല്ലോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇല്ല, നമുക്ക് ഇനിയും വീര്യം കൂടിയ വിഷമുള്ള പാമ്പിനെ കിട്ടണം. അപ്പോൾ തങ്കസർപ്പം, കരിനാഗം അങ്ങനെയുള്ള നമുക്ക് സർപ്പങ്ങളെ പിടിച്ചാലേ നടക്കുള്ളൂ. അപ്പൊ അതിന് എവിടേക്ക് പോകണം എന്നുള്ളത് അന്വേഷിച്ച് നോക്കുമ്പോൾ അതിനെ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്നുള്ള ഒരാൾ പറയുന്നു. അടൂർ ബാസിയുടെ പേര് ഉണ്ണി എന്നാണ്. അടൂർ ബാസിയും മധു സാറും മറ്റേ ഇദ്ദേഹത്തിന്റെ അച്ഛനും കൂടിയിട്ട് കാടിനകത്തേക്ക് പോവാണ്, ജീപ്പിൽ പോവാണ്. അങ്ങനെ പോയി ഒരു കൊടും വനത്തിന്റെ അടുത്ത് ഒരു സർക്കാർ വക ബംഗ്ലാവ് ഉണ്ട്. അപ്പൊ അവരവിടെ താമസിക്കാൻ വരുന്നു. അവിടെ ഒരു പഴയകാല ഒരു നടനുണ്ട്, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് എനിക്കത്ര കറക്റ്റായിട്ട് അറിയില്ല. കാര്യസ്ഥനുണ്ട്. ആ കാര്യസ്ഥന്റെ അടുത്ത് തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം പറയുന്നു. സാർ, അതൊക്കെ ആ പ്രദേശത്തൊക്കെ ഒരുപാട് പാമ്പുകളൊക്കെ ഉള്ളതാണ്. നമുക്ക് പിന്നെ ഇയാളുടെ കുറെ ബെഡായി പറച്ചിലുണ്ട്. ഞാൻ ആ ഭിത്തിയിലുള്ള പുലിനെ ഞാനാണ് പൊട്ടിച്ചത്, പുലിനെ ഞാനാണ് പിടിച്ചത്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. പിന്നെ നമ്മുടെ അടൂർ ബാസിയുടെ ക്യാരക്ടറും ഈ കാര്യസ്ഥനൊക്കെ കൂടിയിട്ട് നല്ല കോമഡി രംഗങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മധുവും ഈ നമ്മുടെ കമ്പൗണ്ടർ ഉണ്ണി അല്ലെങ്കിൽ നമ്മുടെ അടൂർ ബാസിയൊക്കെ പാടെ കൂടിയിട്ട് വനത്തിനകത്തേക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനെ വനത്തിനകത്തേക്ക് പോകുമ്പോൾ ഈ പാമ്പുകളെയൊക്കെ കാണും. അപ്പൊ പാമ്പുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പൊ ഒരു പാമ്പ് വളരെ സ്പീഡിൽ ഇങ്ങനെ എഴഞ്ഞ് വളരെ വേഗത്തിൽ എഴഞ്ഞു പോകും. അങ്ങനെ എഴഞ്ഞു പോകുമ്പോൾ ഒരു ചെടിക്കുള്ളിൽ കൂടെയൊക്കെ കയറിക്കും. അപ്പൊ ആ ചെടിക്കുള്ളിൽ പെട്ടെന്ന് അവർ നോക്കുമ്പോൾ രണ്ട് പേരുടെ കണ്ണുകൾ മാത്രം കാണും. 2 സ്ത്രീകളുടെ കണ്ണുകൾ മാത്രം കാണും. അപ്പൊ ഇവരിത് ആരാണ് എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ആകെ പകച്ചു നിൽക്കുകയാണ്. അപ്പൊ മധു പറയുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇയാള് മറ്റേ അടൂർ ബാസി പേടിക്കും ഇവരെ കണ്ടതും. കാരണം ഈ നാഗങ്ങളുടെ ഒരു ആഭരണങ്ങളും ഒക്കെ ഇട്ടുള്ള, അത് നമ്മുടെ സുകുമാരിയും അംബികയുമായിരുന്നു. നാഗപ്രദാന്നും നാഗലത എന്നുമാണ് ഇവരുടെ ക്യാരക്ടറുടെ പേര് കേട്ടോ. നമ്മുടെ അടൂർ ബാസി പെട്ടെന്ന് പേടിക്കണം. അയ്യോ, യക്ഷിയമ്മ എന്നെ ഇപ്പൊ ചോര കുടിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ചിരിച്ചിട്ട്, ഞങ്ങൾ യക്ഷികളൊന്നല്ല, ഞങ്ങൾ ഈ കാട്ടിൽ തന്നെ വസിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറയുന്നു. അപ്പൊ അതെയോ, കാട്ടിൽ നിങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ള അറിവാണ് നിങ്ങളെ പോലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ സംസാരിച്ച് ഇവര് തമ്മിലൊരു എന്താ പറയുക, ഒരു അടുപ്പം വരുന്നു. അതായത് അംബികയുടെ ക്യാരക്ടർ മധുവായിട്ടും അതേപോലെ നമ്മുടെ അടൂർ ബാസിയുടെ ക്യാരക്ടർ സുകുമാരിയൊക്കെ ആയിട്ട് അടുപ്പവും പ്രണയവും ഒക്കെ ആകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവര് സംസാരിച്ചൊക്കെ ഇരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഇവര് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മക്കളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഭയങ്കര വലിയൊരു പാമ്പുകളെയൊക്കെ നന്നായിട്ട് പൂജിക്കുന്ന ഒരാളാണ്. അവരുടെ കുലദേവത നാഗദേവതയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അദ്ദേഹം അവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നു. എന്താ അവിടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവരെന്തൊക്കെ ഒരു തൊടുന്യായങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഇവരും നാഗപ്രഭയും അതായത് നമ്മുടെ അംബികയുടെ ക്യാരക്ടറും സുകുമാരിയുടെ ക്യാരക്ടറും കൂടിയിട്ട് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഇവര് പിന്നെയും വേറൊരു ദിവസം ഇടയിൽ ഇവർ വന്നിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കാണുന്നതിന്റെ ഇടയിൽ
വീണ്ടും വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതൊക്കെ ഈ പാമ്പ് പിടിക്കണതിന്റെ വേണ്ടിയിട്ടുള്ള സൂത്രങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ വാസസ്ഥലം ഒന്ന് കാണണമെന്നുണ്ട്. അപ്പൊ അപ്പൊ ഇവര് പറയുന്നുണ്ട് കേട്ടോ, സുകുമാരിയുടെ ക്യാരക്ടറൊക്കെ പറയുന്നുണ്ട്, അത് വേണ്ട, അച്ഛനത് അത്ര ഇഷ്ടപ്പെടും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മധുവും അടൂർ ബാസിയൊക്കെ തിരിച്ചു പോകാൻ പോകുന്നു. അപ്പൊ അങ്ങനെ അവര് ശരി എന്നാ ഞാൻ പോട്ടെ, നാഗപൂജയ്ക്കുള്ള സമയമായി എന്നും പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് ഇവരുടെ വാസസ്ഥലത്തേക്ക് പോകണം. അപ്പൊ ഇവര് പോകുന്നതിന്റെ പുറകെ ഇവർ രണ്ടുപേരും കൂടി പോകുന്നു. അങ്ങനെ പോയി അവിടെ എത്തുമ്പോൾ കാണുന്നത് ഇവർ ഒളിഞ്ഞിരുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗംഭീരമായിട്ടൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ നാഗദേവതയുടെ തലയുടെ മുകളിലായിട്ട് തങ്കസർപ്പം ഇരിക്കുന്നത് ഇവർ കാണും, യാദൃശ്ചികമായിട്ട് കാണും. ഞാൻ ആ സീന് കണ്ടപ്പോഴാണ് നമ്മുടെ സുകുമാരി അമ്മയൊക്കെ ഇത്രയും അതിമനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്നൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ പുതിയ സിനിമകളിലൊക്കെ കളിക്കുന്ന രാക്ഷസ രാജാവിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ കാണായില്ല. പക്ഷെ ക്ലാസിക് ഡാൻസ് ഇത്ര അധികം ഭംഗിയായിട്ട് അവര് കളിക്കുമെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ സിനിമ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. വളരെ എന്ത് രസമായിരുന്നു എന്നറിയോ, അത് കണ്ടാൽ തന്നെ അറിയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അപ്പൊ മനസ്സിലാവും. അപ്പൊ അങ്ങനെ അവിടെ ഇവരെത്തിപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഇവര് ചെന്നിട്ട് തന്റെ അച്ഛനോട് മധു പറയണം, അപ്പൊ തങ്കസർപ്പം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അച്ഛനും ഇവരും എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ. ആ സംസാരം ഗംഭീരമാണ്. പടത്തിന്റെ ലെവല് തന്നെ മാറ്റുന്ന ഒരു സംസാരമാണ്. ആ കൊട്ടാരക്കരയുടെയൊക്കെ ആ ഒരു എന്താ ഒരു പവർ അഭിനയമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കോരിത്തരിച്ചു പോകും. ഒരുപാട് വർത്തമാനങ്ങളും ഒരുപാട് ആ ഡയലോഗ് ഡെലിവറി ഒക്കെ, അതിന്റെ ചെറിയൊരു ഉള്ളടക്കം പറയാം. അപ്പോൾ മധുവിന്റെ അച്ഛനുണ്ടല്ലോ, നമ്മുടെ ഡോക്ടർ പറയാണ്, ഞങ്ങൾ വന്നത് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാഗത്തിന്റെ പാമ്പുകളുടെ വിഷം എടുത്തിട്ട് വേണം അതിന്റെ മരുന്നുണ്ടാക്കാന്ന് പറയണം. അപ്പോൾ കൊട്ടാരക്കര പറയുന്നുണ്ട്, ഒരുപാട് ജീവനുകളെ കൊന്നിട്ട് ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള ആ ഒരു വാക്ക് തർക്കങ്ങൾ അവിടെ നടക്കും. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും പറയുന്നത് നന്മകളാണ്. പ്രകൃതിയും വിശ്വാസങ്ങളും ഒരു സൈഡിൽ കൂടെ പോകണം, അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ മാനവരാശിയുടെ സംരക്ഷണവും നടക്കണം. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അവരെന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ നാഗങ്ങളെ തങ്കസർപ്പത്തിന് ഇവിടുന്ന് എടുത്തിട്ട് പോകുന്നതോ ഒക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് മധു പറഞ്ഞു, വേണ്ട അച്ഛാ നമുക്ക് പോവാന്ന് പറയണം. അപ്പൊ അങ്ങനെ അവര് തിരിച്ചു പോകുമ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, ഞാനിപ്പോ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ, നിങ്ങളെ പേടിച്ചിട്ടല്ല എന്നൊക്കെ ഉള്ളത് പറയുന്നു. അപ്പം നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ പറയുന്നു. അത് കഴിഞ്ഞു അടുത്തൊരു സന്ദർഭത്തിൽ എങ്ങനെയാ വെച്ചാൽ അപ്പൊ കൊട്ടാരക്കര പറയുന്നുണ്ട് മക്കളോട്, വേണ്ട മക്കളെ, നിങ്ങൾ ഈ ഇദ്ദേഹത്തിന്റെ പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോയി പെടരുത്. അപ്പൊ പറയുന്നുണ്ട് കേട്ടോ, അംബിക പറയുന്നുണ്ട്, ഞാൻ മധുവായിട്ട്, അതായത് ബാലചന്ദ്രനായിട്ട് ഞാൻ പ്രണയത്തിലാണ്, എനിക്ക് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഈ കാട് വിട്ടിട്ട് നാടിനെ പറ്റി ഒന്നും അറിയില്ല, അങ്ങനെയുള്ളൊരു. അപ്പൊ ആ പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അവർ. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഇന്ന് തങ്കസർപ്പത്തിനെ കണ്ടെടുക്കാനുള്ള അല്ലെങ്കിൽ മോഷ്ടിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് മകളെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ പ്രണയം അങ്ങോട്ട് കടുത്തിരുന്നു. ഇവർക്ക് ഭയങ്കരമായിട്ട് അവരെ ഇഷ്ടപ്പെട്ടിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ നമ്മൾ ആ വർത്തമാനം പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, മധു അതിനെ വേണ്ടിയിട്ട് നോക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം ആ ഒരു കഥാസന്ദർഭം അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ അതിനുശേഷം ഇവര് തമ്മിലിരുന്ന് അതിനുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇവര് പുറത്തേക്ക് ഇറങ്ങി, നമ്മുടെ അടൂർ ബാസിയും മധുവും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അടൂർ ബാസി ഇങ്ങനെ ഒരു പൂവ് ഇങ്ങനെ അതായത് ഇങ്ങനെ അടയ്ക്കാ തുറക്കുക അങ്ങനെയുള്ള അതിൽ വന്നു കാണും. അപ്പൊ അങ്ങനെ പോയിട്ട് എന്തൊക്കെയോ നോക്കണതിന് സമയത്ത് പക്ഷെ പെട്ടെന്ന് ഈ മരത്തിന്റെ വള്ളികൾ വന്നിട്ട് നമ്മുടെ അടൂർ ബാസിനെ കെട്ടും. അപ്പൊ പെട്ടെന്ന് അടൂർ ബാസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മധു ഓടി വന്നു കഴിയുമ്പോൾ മധുവും അവിടെ പെടും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സുകുമാരിയും അംബികയും കൂടി വരുന്നതും. അപ്പൊ ആ പൂവിലേക്ക് കത്തി എറിഞ്ഞിട്ട് ഇവരെ രക്ഷപ്പെടുത്തുന്ന രംഗങ്ങൾ, അതേപോലത്തെ ഒരുപാട് രംഗങ്ങൾ സിനിമയിലുണ്ട്. ശേഷം വേറൊരു സന്ദർഭത്തില് മധുവും തമ്മിൽ പ്രണയസല്ലാപത്തിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരെ അന്വേഷിച്ചുകൊണ്ട് സുകുമാരി വരുന്നുണ്ട്. സുകുമാരി വരുന്ന സമയത്ത് പെട്ടെന്ന് കടുവ, പുലി ഇതിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഒരു കരടി ആക്രമിക്കുകയാണ്.
അപ്പൊ കരടി ആക്രമണത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്ക് സുകുമാരിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഈ സീനിന് മുമ്പ് കൊട്ടാരക്കര പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ഇവര് വന്നതിന് ശേഷം സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്ന മൃഗങ്ങളും മനുഷ്യരും ഇടകലർന്ന് ജീവിച്ചിരുന്നവരൊക്കെ ഇപ്പോ മൃഗങ്ങൾ ഭയങ്കര അക്രമാസക്തരായിട്ടുണ്ട്, നിങ്ങൾ എവിടെയും ഒറ്റയ്ക്ക് പോകരുത് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അത് കണക്കാക്കാണ്ടെയാണ് സുകുമാരി ഇവരെ അന്വേഷിച്ചിറങ്ങിയത്, കാരണം കുറെ നേരമായിട്ട് കാണാനില്ല. അപ്പോൾ ഇങ്ങനെ ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയപ്പോൾ തന്നെ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അംബിക, അതായത് അംബികയും മധുവും കൂടി വന്നിട്ടാണ് കരടീനെ ഓടിക്കുന്നത്. അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടിയിട്ട് എടുത്തിട്ട് കൊട്ടാരക്കരയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് മധു പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കണം, നിങ്ങൾ വിചാരിക്കണമല്ലോ ഒരുപാട് ബ്ലീഡിങ് ഉണ്ട്, അപ്പൊ അങ്ങനെ അപ്പൊ നീയാണ് ഇതിന്റെയൊക്കെ കാരണക്കാരൻ, നിങ്ങൾ വന്നതിന് ശേഷം തർക്കിച്ച് നിൽക്കാൻ നേരമില്ല, അപ്പൊ കൊണ്ടുപോകണം, ഞാൻ ഇവർ പറഞ്ഞതുകൊണ്ട് കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സുകുമാരിയെ കൊണ്ടിട്ട് നമ്മുടെ വലിയ ഡോക്ടറുടെ അടുത്തേക്ക് പോവാണ്. ആ ഡോക്ടറുടെ അടുത്തേക്ക് നോക്കുമ്പോൾ ഡോക്ടർ പൾസ് നോക്കുമ്പോൾ തന്നെ ആക്ച്വലി അവര് മരിച്ചു. സുകുമാരിയുടെ ക്യാരക്ടർ ആ സമയത്ത് തന്നെ മരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് ആ ഡോക്ടർ ഒരു വിലപേശൽ നടത്തും, നിങ്ങളുടെ മോളെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യാം, നിങ്ങൾക്ക് പക്ഷെ പറ്റുന്നുണ്ടെങ്കിൽ തങ്കസർപ്പത്തിന് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുള്ള വിലപേശൽ നടത്തും. അപ്പൊ അവിടെയും ഭയങ്കരമായിട്ടുള്ള സംഭാഷണങ്ങൾ കൊട്ടാരക്കരയുടെ ഭാഗത്തുനിന്നും ഈ മധുവിന്റെ അച്ഛന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഗംഭീരമായിട്ടുള്ള സംഭാഷണം. ഈ സംഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശരിക്കും നമ്മൾ ലോജിക്കും എല്ലാം നമ്മൾ ചിന്തിക്കും, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ് അതിൽ കംപ്ലീറ്റ് ആ ഭാഗത്ത് സംസാരിക്കുന്നത്. ഓർത്തെടുത്ത് പറയാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ആ പഴയ മലയാളത്തിന്റെ ഒരു കട്ടി ഉണ്ടല്ലോ, അതുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്, ആധുനിക ശാസ്ത്രവും പുതിയ മറ്റേ വിശ്വാസവും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇവര് ഗംഭീരമായിട്ടുള്ള സംഭാഷണം നടത്തുകയാണ്. അപ്പോൾ എങ്കിൽ നിങ്ങൾക്ക് തങ്കസർപ്പത്തിനെ തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ മോളെ എനിക്ക് ചികിത്സിക്കാൻ പറ്റില്ല എന്ന് ആ ഡോക്ടർ പറയുമ്പോൾ മധു അവിടെ കയറി വേണ്ട, അച്ഛൻ അങ്ങനെ പറയുന്നത് ശരിയല്ല, നമ്മളൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ അദ്ദേഹം കുറച്ചും കൂടി വീണ്ടും പിടിച്ചുകൊണ്ട് പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മരിച്ചു എന്ന് പറയുമ്പോൾ കൊട്ടാരക്കരയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പൊ മരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്റെ മോളെ കൊന്നുവല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. കുറച്ചും കൂടി നേരത്തെ വരാൻ വെച്ചാൽ ഞങ്ങൾ കറക്റ്റ് സമയത്തിന് തന്നെയാണ് വന്നത്, അപ്പോഴാണ് നിങ്ങൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര വിഷമവും ആ ഒരു പറച്ചിലൊക്കെ ഉണ്ട്. എക്സ്ട്രീം ലെവൽ പെർഫോമൻസ് ആണ് കേട്ടോ. ഞാനിങ്ങനെ ഈ പെർഫോമൻസിനെ പറ്റി പറയുന്നത് എന്താ വെച്ചാല്, എന്നെ ഒരുപാട് ആ ക്യാരക്ടർ ആകർഷിച്ചു. കൊട്ടാരക്കര ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ആ ഒരു, നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം, അപ്പോഴാണ് അത് പറയുമ്പോൾ മനസ്സിലാവുക. അപ്പൊ അങ്ങനെ ഈ കൊട്ടാരക്കരയുടെ ക്യാരക്ടർ എന്നിട്ട് ഈ ഡോക്ടറോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് അനുഭവിച്ച എൻ്റെ പുത്രിയുടെ ദുഃഖം നിങ്ങളും ഒരു നാൾ അനുഭവിക്കും, പുത്രദുഃഖം എന്താണെന്ന് നിങ്ങളും അനുഭവിക്കും എന്നുള്ളത് ശപിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ അച്ഛനും, അതായത് നമ്മുടെ മധുവിന്റെ അച്ഛനും മധുവിനൊക്കെ ഒരു വിഷമോ, വേണ്ട ഈ പാവങ്ങളെ ഉപദ്രവിച്ചിട്ട് നമുക്കൊന്നും നേടണ്ട, നമുക്ക് തിരിച്ചു പോവാം എന്നുള്ളൊരു രീതിയിലേക്ക് വരും. അങ്ങനെ അവര് തിരിച്ചു പോവാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരണം. അപ്പൊ യാത്ര പറയാൻ വേണ്ടിയിട്ട് മധു നമ്മുടെ അംബികയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അവിടെ അംബികയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ചോദിക്കും. ഇല്ല, എൻ്റെ അച്ഛന് വയസ്സായി, ഇനി ഞാൻ വരുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ശരി ഞാൻ ഇറങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ യാത്ര പറഞ്ഞു പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് കൊട്ടാരക്കര പെട്ടെന്ന് വരുമ്പോൾ അവൻ പോകുന്നത് കാണും. അപ്പൊ അങ്ങനെ പോകുന്നത് കാണുമ്പോൾ അങ്ങനെ അവനറിയാണ്ട് അവന്റെ പുറകെ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഈ അവൻ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു മലമ്പാമ്പ് നമ്മുടെ എന്താ പറയാ മരത്തിന്റെ മുകളില് അങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ടാവും. അതിപ്പോ ഈ കൊട്ടാരക്കര കാണും. അപ്പൊ മലമ്പാമ്പിനെ പിടിച്ചിട്ട് ഇവന്റെ ദേഹത്തേക്ക് വലിച്ചിടണം. അപ്പൊ മലമ്പാമ്പും മധുവും തമ്മിലുള്ള ഒരു മൽപ്പിടുത്തവും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട. അതിൽ ചെറിയൊരു പരിക്കൊക്കെ മധുവിന് പറ്റുന്നുണ്ട്. അത്ര വലിയ കാര്യമല്ല, ചെറുത്. അപ്പൊ കുറച്ചൊരു ക്ഷീണിതനായിട്ട് മധു അവിടെ എത്തണം. അപ്പൊ അതിനിടയിൽ ഈ നമ്മുടെ സുകുമാരി മരിച്ചല്ലോ, സുകുമാരിയും അടൂർ ബാസിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അപ്പൊ അടൂർ ബാസി ഇങ്ങനെ ഇരുന്ന് കരയുന്ന സമയത്തും നമ്മുടെ ആ കാര്യസ്ഥൻ ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹം ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് അതിനെ ആ ഒരു സീനിൽ കുറച്ച് കോമഡി രംഗം പോലെയൊക്കെ ആക്കി. അതിനുശേഷം ഇവര് പോകുന്നതിന് എന്തായാലും തങ്കസർപ്പത്തിനെ നമുക്ക് എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അടൂർ ബാസിയും ആ കാര്യസ്ഥനും കൂട്ടിയിട്ട് രാത്രി അവരുടെ ആ ഗുഹയുടെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ കൊട്ടാരക്കരയൊക്കെ കിടന്നുറങ്ങണു, എല്ലാവരും കിടന്നുറങ്ങുകയാണ്. പാമ്പ് മറ്റേതില്ലേ, എന്താ അതിന്റെ പേര് എനിക്കറിയില്ല, മറ്റേ നമ്മുടെ നാഗങ്ങളുള്ള സിനിമയിലൊക്കെ കാണാൻ പറ്റില്ലേ, പാമ്പാട്ടികളുടെ ഒരു ഊതുന്ന സാധനം, പാമ്പാട്ടികൾ ഊതുന്ന സാധനം, ഒരു പീപ്പി, എന്താ അതിന് പറയാ, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണം. എനിക്ക് അതിന്റെ പേര് മകുടി എന്നങ്ങാണ്ടാണ് തോന്നുന്നു പേര്, അതിന്റെ കറക്റ്റായിട്ട് അറിയാവുന്നവരൊന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ആ സംഭവം വെച്ചിട്ട് ഊതി. അപ്പൊ സ്വർണ്ണനാഗം വരുന്നു, സ്വർണ്ണനാഗത്തിനെ പിടിച്ച് ഇവര് കൊണ്ടുപോകുന്നു. ഇവര് കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്, ചാക്കിൽ കെട്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ സ്വർണ്ണനാഗത്തിനെ
ഇദ്ദേഹം മറ്റേ മധു കിടക്കുന്ന റൂമിന്റെ അവിടെ ഒരു ഇതുണ്ട്, ഒരു മേശ ടേബിൾ, അതിന്റെ മുകളിൽ വെക്കണം. അപ്പൊ സ്വർണ്ണനാഥനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പൊ അങ്ങനെ അച്ഛൻ ഓക്കെ എന്ന് പറയണു. അപ്പൊ പെട്ടെന്ന് അപ്പോഴത്തേക്കും കൊട്ടാരക്കര അറിഞ്ഞിട്ടുണ്ടാവും ഇവ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ആ മകുടി എടുത്തിട്ട് പുള്ളി ഇങ്ങനെ വന്നിട്ട് അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ആ പീപ്പി ഊതും, ആ മകുടി ഊതണ സമയത്ത് പെട്ടെന്ന് ആ സ്വർണ്ണനാഗം ആ സഞ്ചിയുടെ ഭാഗത്ത് തുളച്ചിട്ട് പുറത്തേക്ക് ചാടും. അങ്ങനെ കറക്റ്റായിട്ട് അദ്ദേഹം അങ്ങനെ ഊതി കൊണ്ടുവന്നിട്ട് മധുവിനെ കൊണ്ട് നാഗത്തിനെ കൊത്തിക്കും. അപ്പോൾ നാഗത്തിനെ കൊണ്ട് കൊത്തിച്ചിട്ട് ഇയാൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി ഒന്നറിയാത്ത പോലെ അവിടെ പോയിരിക്കും. അപ്പോഴത്തേക്കും അംബികയുടെ ക്യാരക്ടറൊക്കെ അവിടെ വരും. എന്ത് പറ്റി നോക്കുമ്പോൾ നാഗം കടിച്ചു എന്നുള്ളത് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ള അംബിക പറയും. അങ്ങനെ മധുവിനെയും കൊണ്ട് ഈ ഡോക്ടറും അവിടെ ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ മോളെ കൊണ്ടുവന്നപ്പോൾ നീ എന്തായിരുന്നു പറഞ്ഞത്, അങ്ങനെയൊക്കെ ഒരു സംഭാഷണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല അങ്ങനെയല്ല ഉണ്ടായത്, എങ്ങനെയാണെന്നൊക്കെ ഉണ്ടായത്, അങ്ങനെ കുറേ പറയുന്നു. അപ്പോൾ അംബിക പറയാണ്, അച്ഛാ എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ബാലനെ കിട്ടണം, ഞാൻ അത്രയധികം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കൊട്ടാരക്കര അതിന്റെ ഭവിഷ്യത്ത് എന്താവും എന്നുള്ളത് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞു, അതെന്ത് തന്നെയായാലും ഞാൻ നോക്കിക്കോളാം, അച്ഛൻ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് കൊട്ടാരക്കര ഒന്ന് ആലോചിച്ചിട്ട് ശരി ഞാൻ ചെയ്യാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മധുവിനെ തോളത്തേക്ക് ഇട്ടിട്ട് നേരെ ഗുഹയ്ക്കകത്തേക്ക് വിടും. അപ്പൊ എല്ലാവരും പുറകിൽ കൂടെ വരാൻ പറഞ്ഞ സമയത്ത് ആരും വരണ്ട, എന്ത് ശബ്ദം കേട്ടാലും നിങ്ങൾ ആരും വരരുത് എന്നും പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോവാണ്. അങ്ങനെ വീണ്ടും ആ ഗുഹയ്ക്കുള്ളില് അകത്തേക്ക് കയറി ഇദ്ദേഹം വീണ്ടും മകുടിയൊക്കെ ഊതും. അപ്പൊ സ്വർണ്ണനാഗം അവിടെ നിന്ന് ഇങ്ങനെ എഴഞ്ഞു വരുന്നത് കാണിക്കും. പക്ഷെ അതിനു മുമ്പ് ഒരു സീനുണ്ട്, നാഗദേവതയോട് പറയുന്ന ഒരു സീനുണ്ട്, അമ്മേ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ അഹിംസയായിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരാള് എൻ്റെ സ്വന്തം മനോഭാവത്തിൽ എന്ത് തെറ്റുവിട്ടു, എനിക്ക് എന്ത് ശിക്ഷയും ഞാൻ ഏറ്റോളം, എൻ്റെ മോൾക്കൊന്നും വരുത്തരുത്, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വികാരാധീനനായിട്ടാണ് അദ്ദേഹം പറയണത്. അപ്പോൾ അതിങ്ങനെ സ്വർണ്ണനാഗം വരുന്നു. അപ്പൊ സ്വർണ്ണനാഗം ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എഴഞ്ഞു കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോ പെട്ടെന്ന് ആ ഡോക്ടർ വെടിവെക്കാൻ നിൽക്കുന്ന സമയത്ത് അമ്പി പറയുമ്പോ അത് പാടില്ല, അത് വന്നിരിക്കണം. അപ്പൊ അങ്ങനെ ആ സ്വർണ്ണനാഗം ഗുഹയ്ക്കകത്തേക്ക് കയറിയിട്ട് മധുവിനെ താൻ കടിച്ച വിഷം ഈ സ്വർണ്ണനാഗം തിരിച്ചിറക്കിയിട്ട് സ്വർണ്ണനാഗം അപ്പുറത്ത് പെടഞ്ഞ് മരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു ഇതൊക്കെ അപ്പൊ മറ്റേവര് പെട്ടെന്ന് ഗുഹയ്ക്കകത്തേക്ക് വരുമ്പോഴത്തേക്കും അതെന്തായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു കരിനാഗം വളരെ പെട്ടെന്ന് അവിടെ വന്നിട്ട് പത്തി വിടർത്തി നിൽക്കും. അപ്പൊ പത്തി വിടർത്തി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുമ്പോൾ, എനിക്കറിയാമായിരുന്നു നീ നാഗത്തിന്റെ കാവൽക്കാരനായി നീ എന്നോട് പ്രതികാരം ചെയ്യാൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് തന്നെ കരിനാഗം കൊത്തും. ആ കൊത്തുന്ന സമയത്ത് എന്തോ അലർച്ച കേട്ടിട്ട് അവർ പെട്ടെന്ന് അവിടെ കയറി വരും. ഈ കരിനാഗം ഇദ്ദേഹത്തിനെ കൊത്തുന്നതും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവർ പെട്ടെന്ന് തന്നെ വെടിവെച്ച് ആ കരിനാഗത്തിനെയും കൊല്ലും. അപ്പോ ഇവർ പെട്ടെന്ന് നാഗദേവതേനെ ഇയാള് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ എന്നിട്ട് മോളെ മധുവിനെ ഏൽപ്പിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ മനുഷ്യരെ രക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും പ്രകൃതിയെയും വിശ്വാസത്തെയും നശിപ്പിച്ചുകൊണ്ടാവരുതേ ഒന്നും എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ മരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിട്ട് പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ഒരു ചിന്ത അതേപോലെ നല്ല രസമുള്ളൊരു സംഭവമായിരുന്നു. കാരണം നമുക്കൊക്കെ പുരോഗമനമൊക്കെ വേണമെന്നുണ്ടെങ്കിലും പ്രകൃതി സംരക്ഷണം കൂടി നമുക്ക് ആവശ്യമാണ്. അതായത് അദ്ദേഹം പറയണത്, നിങ്ങളുടെ ശാസ്ത്രം എല്ലാവർക്കും ഉപകാരമുള്ളതായിട്ട് മാറട്ടെ, പക്ഷെ പാരമ്പര്യങ്ങളെയും പ്രകൃതിയെയും ഒരിക്കലും ശത്രുവായിട്ട് കണക്കാക്കരുതേ എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടിനും ഒരുപോലെ തന്നെ ഈ ലോകത്തില് സ്ഥാനമുണ്ട്. ഇങ്ങനെയാണ് ആ പടം കഴിയുന്നത്. അപ്പൊ അതില് ശരിക്കും തങ്കസർപ്പം മരിച്ചു, കരിനാഗം മരിച്ചു, നമ്മുടെ സുകുമാരിയുടെ മരണം, ഇവരുടെ അച്ഛന്റെ മരണം, ഇതൊക്കെ ഈ സിനിമയിൽ സംഭവിച്ചു. പക്ഷെ ഇതൊക്കെ അനിവാര്യമാണ്. ഈ സിനിമയുടെ കഥയിൽ ആ മരണങ്ങളൊക്കെ നമുക്ക് അനിവാര്യമാണ്. ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള സംഘർഷണവും പ്രണയവും ത്യാഗവും പ്രകൃതിയുടെ മഹത്വവും മനോഹരമായി പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ. ഇത് ഇന്നും റീമേക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു സംഭവമായിരിക്കും. കാരണം ഇന്നത്തെ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിഗംഭീരമായിരിക്കും. ആ കൊട്ടാരക്കരയുടെയൊക്കെ റോള് നമ്മുടെ മമ്മൂട്ടിയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഭീര സംഭവമായിരിക്കും. എനിക്ക് പേഴ്സണലി തോന്നുകയാണ് ആ ഒരു സ്റ്റൈലും ആ വോയിസ് മോഡുലേഷനൊക്കെ പുള്ളി
അതിഗംഭീരമായിട്ട് നമുക്കിന്ന് ചെയ്യും. മറ്റുള്ള താരങ്ങൾ മധു, ഡോക്ടർ, അംബിക, സുകുമാരി ചേച്ചിയുടെ ക്യാരക്ടർ, ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ മലയാളം നടന്മാരിൽ തന്നെ കിട്ടും. പക്ഷെ കൊട്ടാരക്കരയുടെ ആ ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ്നെസ് ഇന്ന് നമ്മുടെ മമ്മൂട്ടിക്ക് മാത്രമാണ് സാധിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടിട്ടില്ലേ കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.